ബക്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊരു, അറിയത്തില്ല, ഓരോ രാജ്യത്തും ഓരോ കൾച്ചറല്ലേ. എന്താണ് സ്ക്രാമ്പിൾഡ്, അതെല്ലായിടും ഉണ്ടാവും. ബട്ടൂമിയിൽ ആദ്യത്തെ ദിവസമാണ്. അപ്പം നമ്മൾ രാവിലെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അതെ, പുറത്തിറങ്ങി ഇവിടുത്തെ ബട്ടൂമി സിറ്റിയിലെ ഓൾഡ് സിറ്റിയിലെ കാഴ്ചകളൊക്കെയാണ്. 1 മണിക്കൂറിൽ തീരുന്ന അത്രേ ഉള്ളെന്നാണ് തോന്നുന്നത്. നോക്കാം. അതെ, ചെറിയൊരു ഏരിയ ആണ് ഈ ഓൾഡ് സിറ്റി എന്ന് പറയുന്നത്. എല്ലാം മെയിൻ സംഭവങ്ങളെല്ലാം തൊട്ടടുത്തടുത്ത് തന്നെയുള്ളതാണെന്നാണ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. വണ്ടിയുടെ ഷേപ്പ് ഉണ്ടോ ബിൽഡിങ്ങിൻ്റെ? ഭയങ്കരം. അപ്പോൾ ഇതാണ് ആൽഫബറ്റിക് ടവർ ബട്ടൂമിയിൽ. മേളിലും പേര് റിവോൾവിംഗ് റെസ്റ്റോറൻറ്റും ഉണ്ട്. കയറാൻ ഒരാൾക്ക് 20 ലാറിയാണ്. 20 ലാറിയോ? പക്ഷെ കാണുമ്പോൾ വലിയ പോലെ അല്ലേ. എത്ര പേരാ വന്ന് അത് ചെയ്യുന്നോ ഇത് ചെയ്യുന്നോ എന്നൊക്കെ ചോദിക്കുന്നതല്ലേ. എല്ലായിടും അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ അതെ, കൊള്ളാം അല്ലേ. കുറച്ച് സ്ലോ, കുറച്ചല്ല നല്ലോണം സ്ലോ ആണെന്ന്. നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. അത് മറ്റേ സ്പൈറൽ ഇതല്ലേ, അതിനെന്താ പറയാ, സ്പേസ് ഉണ്ട് ഇതിന്റെ ഇടയിൽ. എന്താ ഇത്? ഇവിടെ ബോട്ട് റൈഡൊക്കെ ഉണ്ട്. തിരിച്ചു പോകാം. പൊരിഞ്ഞ വെയിലത്ത് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയാൽ നമ്മളെ പറയണു. കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടല്ലേ, ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. 3 മണി ആയില്ലേ? എന്നാ ഇവിടുത്തെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. അതെ, ബട്ടൂമിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് രാവിലെ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങരുത്. വെയിലെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വെയിലൊന്നും, നമ്മുടെ വെയിലൊന്നും അല്ല. നമ്മൾ ആ സമയത്ത് പോകാത്തോണ്ടല്ലേ അറിയാത്ത. ബീച്ചിൻ്റെ അടുത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ. കരിഞ്ഞ് ഉണങ്ങിപ്പോയി. ഇനിയിപ്പം വൈകുന്നേരം അങ്ങനെ ഇറങ്ങണം. ഒന്നും മര്യാദയ്ക്ക് കണ്ടില്ല, വെയിലുള്ളതുകൊണ്ട്. നമ്മളിപ്പം ആൽഫബറ്റിക് ടവറിന്റെ മുകളിലേക്ക് പോവാണ്. ഒരാൾക്ക് 20 ലാറിയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ്. മേളിലൊരു റെസ്റ്റോറൻറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഇപ്പോഴാണ് ശരിക്കും കടൽ കാണുന്നത്. ഓ ശരിയാ, മറ്റേ താഴെ നിന്നുണ്ടങ്ങോട്ട് നോക്കാൻ പറ്റൂ. താഴെ നിന്നോ നമുക്കൊരു ഫോട്ടോയോ സെൽഫിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വെയിൽ കാരണം. ഇതിന്റെ മുകളിൽ കയറി AC ഉണ്ടായാൽ മതിയായിരുന്നല്ലേ. അടിപൊളി. നമുക്ക് എല്ലാം മൊത്തത്തിൽ കാണാം, ഫുൾ വ്യൂ ഉണ്ട്. കൊള്ളാം. ആൽഫബറ്റിക് ടവറിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. ഞാൻ എന്തൊക്കെയാണെന്നോ പറയുന്നത്, എനിക്ക് ചെവിയൊക്കെ അടഞ്ഞിട്ട് വൈകിയ. ജോർജിയയിലെത്തിയതിന് ശേഷം എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊരു മിൽക്ക് ഷേക്കും പിന്നെന്താ ഒരു മഷ്റൂമിൻ്റെ ഒരു സ്റ്റാർട്ടറും പിന്നെന്താ പറഞ്ഞേ, ലെമണേഡ്. ലെമണേഡ്
ഇത്രയും പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. പുറത്ത് നിന്നിട്ട് എന്തൊരു വെയിലായിരുന്നു. കാരണം സമയം അതാണ്, ഉച്ച സമയമാണ്. അതുകൊണ്ടാണ്. വൈകുന്നേരം ഇറങ്ങിയാൽ മതിയായിരുന്നു. അടുത്തായിപ്പോയി. സാരമില്ല, നമുക്ക് വൈകുന്നേരം ഒന്നുകൂടെ ഇറങ്ങാം അല്ലേ? സമയമുണ്ടല്ലോ. നോക്കട്ടെ, എന്തായാലും പറയാനുണ്ടോ? അത് ഈ പറയുന്നത് ഇവിടെ കൂടുതലും ഒരു സിറ്റി സംഭവങ്ങളാണ്. അത്ര വലിയ സിറ്റിയൊന്നുമില്ല. അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ജയൻ വീലുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ. പിന്നെ ഇപ്പോൾ ഈ ആൽഫബറ്റിക് അവിടെ നല്ല വ്യൂ കിട്ടുന്ന സംഭവമാണ്. റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉച്ച സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലം ഇതാണ്. പിന്നെ അല്ലേ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ കിടക്കും. ഒരുപാട് പേര് വെള്ളത്തിലൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു സ്വിമ്മിങ് ഒരു പ്ലാനോട് കൂടി വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലിറങ്ങുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ സ്കൂട്ടർ, പാരാസൈലിംഗ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. പാരാസൈലിംഗ് പിന്നെന്ത് പറഞ്ഞു? പാരാസൈലിംഗ്, വാട്ടർ സ്കൂട്ടർ ഉണ്ട്, സ്പീഡ് ബോട്ട് റൈഡ് ഉണ്ട്, മറ്റേ ജെറ്റ് സ്കി ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മറ്റേ സർഫ് ബോർഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ലെമണേഡും മിൽക്ക് ഷേക്കും വന്ന സ്ഥിതിക്ക് അതിലേക്ക് കയറാം. അങ്ങനെയൊന്നുമില്ല, ഞാൻ രണ്ടുപേരാണ് പറഞ്ഞത്. ശരി, ഇഷ്ടമുള്ളവർക്ക് കൊള്ളാവോ? ഇത് നല്ലതാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാനിങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ തണുപ്പ് കഴിച്ചുകൂടാ ഞാൻ. പക്ഷേ ഇത്രയും ഭയങ്കരമായ വെയിലുള്ള സാഹചര്യങ്ങളിൽ തണുപ്പ് കുടിക്കും. അന്നേരം എനിക്ക് ചുമ വരാറില്ല അല്ലേ? 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ തണുപ്പ് കഴിക്കാൻ പോകുന്നത്. ഇന്നലെ ഒരു ഐസ്ക്രീം കഴിച്ചു, ഇന്നിപ്പം എന്തേ ഷേക്ക് കുടിക്കാൻ പോകുന്നു. മധുരമില്ല. ഐസ് പൊടിച്ചിട്ട് പാലിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നു. മേളിൽ എനിക്കൊന്ന് വാനില ഐസ്ക്രീം ഉണ്ടാവും. വെളിയിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ മലവിധി കഴിക്കാം. കൊള്ളാവോ? ചൂടാ അല്ലേ? അയ്യോ, ഞാനാ മേടിച്ചത്. എനിക്ക് താഴോട്ട് പോകുമ്പോ ഇല്ല, ഇങ്ങനെ താഴോട്ട് നമ്മളിങ്ങനെ എന്താ അതിന് പറയാ, വാക്വം ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരുമല്ലോ. എനിക്ക് താഴോട്ട് പോകുമ്പോ അത്ര പേടിയില്ല, മേലോട്ട് വരുമ്പോഴാണ് ചെറിയൊരു. നീ താഴോട്ട് ചെവി അടയും. റാഡിസണോ? അതെവിടെ കണ്ട്? ഓ, അവിടെ റാഡിസൺ ഉണ്ടോ? ഇവിടെ വന്ന് റാഡിസണിലൊക്കെ റൂം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആധാരം പണയം വെക്കേണ്ടി വരും. ആണോ?
ഇപ്പം നമ്മൾ ഏത് സ്റ്റാച്ചു ആയിരുന്നു? ഒരു സ്റ്റാച്യൂയിൽ എത്തിയിട്ടുണ്ട്, കാണിക്കാം. ഞാൻ മൊത്തത്തിൽ കിളി പോയി നടക്കുകയാണ്. ഒരു നല്ല വൈബുള്ള സ്ഥലം. അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ലൊരു വൈബ് വരുന്നുണ്ട് അല്ലേ? ബിൽഡിങ്ങിന്റെ ഇത് വെച്ചിട്ടായിരിക്കും. യൂറോപ്യൻ വൈബ്. യൂറോപ്പാണല്ലോ. കഴിക്കാനുണ്ട് കേട്ടോ, മാർക്കറ്റ് പോലെ. ഐസ്ക്രീമോ? അല്ല, ഞാൻ പറയാ, കാണുന്നത് പറയുക, അത് കഴിക്കണം എന്നല്ല. നല്ല സ്ഥലം, നല്ല സ്ഥലം. ആ, ഇതായിരിക്കും കേട്ടോ. അതാ എല്ലാരും ഇങ്ങനെ. ആ, ചുമ്മാ അല്ല, വൈബുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. ഭയങ്കര വെയില്. ഓക്കെ, അപ്പോൾ ഇത് യൂറോപ്പ് സ്ക്വയർ ആണേ. ഇത് എന്തായിരുന്നു? പിയാസ സ്ക്വയർ. പിയാസ സ്ക്വയറോ? നമ്മളെ പത്രത്തിലെടുത്തോ? നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് ഇവിടുത്തെ ലോക്കൽ ന്യൂസിൽ വന്നു അല്ലേ? കള്ളന്മാർ പിടിയും എന്തോ പറയാൻ. ഏതാ ഏതാ? വേണ്ട. ചിമ്മി ഐസ്ക്രീം.
കഴിച്ചോ. ചിമ്മിനി ഐസ്ക്രീം ഇവിടെ വരുമ്പോൾ എന്തായാലും കഴിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെയാണോ പറയുന്നത് ചിമ്മിനി ഐസ്ക്രീം? ഇത് ഉണ്ടാക്കുന്നത് തന്നെ ഒരു പ്രത്യേകതയാണ്, ഒരു വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റ്. ടർക്കിഷ് ടീ കുടിക്കുക അല്ലേ? പക്ഷെ ജോർജിയയിൽ വന്നിട്ടാണ് എന്നേ ഉള്ളൊരു വ്യത്യാസം. അല്ല, ടർക്കിന് ഇവിടെ അടുത്തല്ലേ? ടർക്കി ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സിംഗപ്പൂരിൽ പോയിട്ട് ചൈനീസ് ഫുഡ് കഴിക്കുന്നില്ലേ? ആ, ഗ്ലാസിൻ്റെ ഷേപ്പ് ഉണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട്. സിംഗപ്പൂരിൽ പോയി ചൈന സ്ട്രീറ്റിൽ പോയി ചൈനീസ് ഫുഡ്, മറ്റേ അവിടെ തന്നെ തായ്ലാൻഡിലെ മാംഗോ സ്റ്റിക്കി റൈസും സിംഗപ്പൂരിൽ നിന്നല്ലേ കഴിക്കും. അതുപോലെ നമുക്കിതിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒതൻറ്റിക് ടർക്കിഷ് റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ടർക്കിഷാണെന്ന് അറിഞ്ഞുകൊണ്ട് കയറിയതല്ല, കയറിയപ്പോൾ അവർ ട്രൈ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്. ഏതോ ഒരു അറബ് സോങ്ങാണ്. അല്ല, അറബായിരിക്കത്തില്ല, ടർക്കിഷ് ആയിരിക്കും. എന്നാൽ ശരി, കുടിക്ക്. കൊള്ളാവോ? ഇച്ചിരി ഒരു കയ്പുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ? കയ്പുണ്ടെന്ന് വെച്ചാൽ തേയിലക്കറ ഇറങ്ങിയിട്ടുള്ള കയ്പുണ്ട്. ശരി. ടർക്കിഷ് മീൻ, ടർക്കിഷ് ഫിഷ് കഴിക്കാമല്ലോ മീൻ കുഞ്ഞിന്. ഫ്രഷ് ആയിരിക്കും എന്തോ, ബീച്ചിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് അടിപൊളി ഫ്രഷൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ ബ്രെഡ് കൊണ്ടുവന്നേക്കുന്നടേ, അതല്ലേ ബ്രെഡ്. വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് തരും. അതാണ് രസം. വെള്ളത്തിന് മാത്രം ലക്ഷങ്ങൾ വില കൊടുക്കേണ്ടി വരും. അയ്യോ, യമ്മി. അതാണ്. റവ ഇട്ട് നമ്മുടെ റവ ഫ്രൈ പോലെ. അതെ, മീനാണെന്ന് പറയൂ. അതാണ്. ആണോ? ഓ, പക്ഷെ മീൻ്റെ മണമുണ്ട്. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ മണത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തോ എനിക്ക് മീനിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവാം. പക്ഷെ ബ്രെഡ് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. എന്താ പറഞ്ഞേ? സ്വന്തം രാജ്യത്ത് നല്ല ഫ്രഷ് കായൽ മീനൊക്കെ കിട്ടുന്ന സമയത്ത് പോലും കഴിക്കാത്ത ഞാൻ അല്ലേ, ജോർജിയ വന്നിട്ട് ഞാൻ ടർക്കിഷ് ഫിഷ് മീൻ കഴിക്കണം. ഞാൻ മീൻ കഴിക്കത്തില്ലെന്ന് അറിയത്തില്ല. ടേസ്റ്റ് ചെയ്യാൻ ഒരു മൂഡ് വരുന്നില്ല, എന്നാലും കുറച്ച് ടേസ്റ്റ് ചെയ്യാം അല്ലേ? വേണേ ടേസ്റ്റ് ചെയ്താൽ മതിയൊന്നില്ലയോ, ഞാൻ കഴിച്ചോളാവുന്നു. അന്നോ നിർബന്ധവും ഇല്ല. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് ഇതേണ്ടേ, ആ ഗ്ലോബിന് ഇവിടെ കൈ എത്തുന്നില്ല. ആ ഗ്ലോബിലിരുന്ന് കഴിച്ചു. ഇപ്പം എന്തേ അതിന് തൊട്ടടുത്തുള്ള ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫിഷ് കഴിക്കുന്നു. നമ്മൾ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, കാരണം ബീച്ചിനടുത്ത് തന്നെ സൺസെറ്റൂടെ കണ്ടിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കണം അല്ലേ? അതെ, ഫുൾ ബിസി. സംസാരിക്കണമെന്ന സമയമില്ല. ഓക്കെ.
വാതിൽ തുറന്ന് അകത്തോട്ട് കയറുന്നോ? വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയാലും ഒന്നുമില്ല. അത് കണ്ടംപററി ആർട്ടാണെന്ന്. 2017 ചെയ്ത ആർട്ട് വർക്കാണ്. കൊള്ളാം. ഞാൻ ആദ്യം വിചാരിച്ചു റോഡിലൂടെ നടന്നു പോയപ്പോ ഇന്നത്തെ ഒരു ഡോറ് ഭയങ്കര കാർമേഘ മൂടി കെട്ടി കിടക്കുന്നില്ലേ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഭയങ്കര വൈബ്. ഓ പാട്ടൊക്കെ ആയിട്ട് വൈകുന്നേരം ആയപ്പോഴാ വൈബ്, ഫുൾ വൈബ്. നമ്മളൊരു ടൈം ലാപ്സ് എടുക്കാൻ പോവാ. കാരണം ഇത് രണ്ടുപേരൂടെ ഹഗ് ചെയ്യും. അത് അതെ, വളരെ സ്ലോ ആണ്. ഇവിടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഭയങ്കര വൈബ്. അപ്പോൾ ഇത് നമുക്ക് ടൈം ലാപ്സ് ഇട്ടെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അല്ലാതെ നമുക്ക് ഒത്തിരി സമയം എടുക്കും. ഭയങ്കര സ്ലോയാ. അടുത്ത ജയിന്റ് വീലിൽ കയറാൻ പോവാ അല്ലേ? രണ്ടാമത്തെ. ആ, ആദ്യത്തത് മല വ്യൂ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കടൽ. ഇത് പക്ഷെ മറ്റേതുപോലെ അല്ല കേട്ടോ, ഓപ്പണാ. ഒരാൾക്ക് എത്രയാ? 10. വലിയ ഇതില്ല. മറ്റേടത്ത് എനിക്കൊന്ന് 10 തന്നെ ആയിരുന്നു. ഇല്ല, ആയില്ല. അപ്പൊ നമ്മള് കേറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഊഴം എത്തി. കൊള്ളാം. ഇത് കണ്ടോ, ഇത് മൊത്തം ഓപ്പണാ. അവിടെ ബീച്ച്. അതെ. അയ്യോ, ഇത് പേടിയാവും കേട്ടാ. സാധാരണ എനിക്കാ പേടിയാവുന്ന. അല്ല, എനിക്ക് പേടി വരത്തില്ല. ഞാൻ സ്ഥിരം പേടി വരുന്ന ആളുടെ കാര്യം തന്നെ പറഞ്ഞത്. അതെന്താ പറയാ, എനിക്കിത് സ്പീഡിൽ പോയി റോളർ കോസ്റ്റർ അവര് വിടുന്നതിന് മുമ്പ് ആദ്യം മുകളിലോട്ട് കൊണ്ടുപോകും. എനിക്ക് അതാ ഓർമ്മ. എനിക്ക് ഇറങ്ങുമ്പോഴാ പേടി. എന്നെ ഇങ്ങനെ വലിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീല് വരും. നമ്മുടെ വ്യൂ. എന്തിയേ ലൈറ്റൊക്കെ കത്തിയേക്കുന്നു. നൈസ് അല്ലേ? അതെ, രണ്ട് സൈഡിൽ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും. ആൽഫബറ്റിക് ടവർ, അപ്പുറത്ത് കോട്ടിയായിട്ട് അതെ, ഇപ്പുറത്ത് നേരത്തില്ല. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും കേറിയത് കാര്യമായി. നല്ല രസമുണ്ട്. നല്ല കാറ്റൊക്കെ അടിച്ച്. അതെ, ഇവിടെ നിന്ന് ദൂരെ നോക്കി കഴിഞ്ഞാൽ ഹൊറൈസൺ കാണാം. ഏത് കാണാം? ഹൊറൈസൺ ചക്രവാളം. അലിയാണ്ട, അതുകൊണ്ടേ ചെറുതൊരു പൊടി. അപ്പൊ ഞങ്ങളിപ്പോ എന്തേ ബ്ലാക്ക് സീ ബട്ടൂമിലാണ്. ഇവിടെ ഫുള്ള് സ്റ്റോൺ ആണ് കേട്ടോ. ഇവിടെ എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. നല്ല ഉരുളൻകല്ല്. അതാണപ്പോൾ ഈ ബീച്ചിന്റെ പ്രത്യേകത അല്ലേ? നല്ല കല്ല് കേട്ടോ, നല്ല ഉരുണ്ടൊക്കെ. ഇത്ര പറ്റും. ഇപ്പൊ മനസ്സിലായോ നിസ്സാര കാര്യമല്ലെന്ന്? അതാണ് ഞാൻ പറയുന്നത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. ബ്ലാക്ക് സ്റ്റോൺസ്
രാത്രിയിലുള്ള നമ്മുടെ അലിയുടെയും നൈനോടെയും ഒരു വ്യൂ. നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി. എന്തായാലും ഈ ഒരു ടൈം വരെ ഇവിടെ നിന്നത് കാര്യമായി. രാത്രിത്തിലെ വൈബ് അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ? നമ്മൾ രാത്രി വരെ ഇവിടെ നിന്നത് നന്നായി എന്ന് പറയുമായിരുന്നു. എന്നാ പോവാ കഴിക്കാൻ എന്തായാലും. എന്ത് രസാ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച സ്ഥലം. ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് വേറെ ഒരു വൈബ്. സമയം ഇപ്പൊ ഇവിടെ എത്ര ആയെന്ന് പറയാവോ? സമയം ഇപ്പൊ ഇവിടെ 9:05. 9:05. ഓക്കെ. നല്ല രസമുണ്ട്. ചെറിയ തണുത്ത കാറ്റും നല്ല വൈബ്. അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുക. നമ്മൾ പകല് കണ്ടതേ അല്ല രാത്രിത്തെ വൈബ്. അത് കൊള്ളാം, അത് കൊള്ളാം അല്ലേ? വേണ്ട, എനിക്ക് വേണ്ട. എന്തായാലും ഇവിടെ എല്ലാം ഫ്രൂട്ട്സിനൊരു ക്ഷാമവും ഇല്ല. എല്ലായിടവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആവശ്യം വരത്തില്ല, പക്ഷെ പകല് അതെന്തി ആ എന്തായാലും ഞങ്ങളിത് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഞങ്ങൾ നിർത്തുവാണ്. ഇപ്പം എൻ്റെ മൊബൈൽ അടിച്ചുകൊണ്ട് പോയാനെ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.